പക്ഷേ അമ്മയിലെ അധികാര തർക്കങ്ങൾ, അമ്മ എന്ന് പറയുമ്പോൾ തിരിതിരിക്കേണ്ട AMMA, നമ്മുടെ അമ്മ താരസംഘടന, അതിലെ അധികാര തർക്കങ്ങളും ശ്വേതാ മേനോന്റെ രാജിയും പിന്നീട് രാജിവെച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടുള്ള തിരിച്ചുപോക്കും എല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. കുറച്ച് നാളുകളായിട്ട്, കുറച്ച് ദിവസങ്ങളായിട്ട് എവിടെയോ ചാരം മൂടി കിടക്കുകയായിരുന്നു ഈ ഒരു വാർത്ത. പക്ഷേ 27-ാം തീയതിയാണ് അഡ്ഹോക് കമ്മിറ്റിക്ക് എതിരായിട്ടുള്ള ശ്വേതാ മേനോന്റെ പരാതി അല്ലെങ്കിൽ ആ ഒരു ഹർജി കോടതി കേൾക്കുന്ന ഒരു ദിവസം. അതിൽ പിഷാരടിയുടെ വാദം കൂടി കോടതി കേൾക്കുന്ന ഒരു ദിവസമാണ്. പക്ഷെ അൻസിബ ഹസൻ ഇതിലേക്ക് കക്ഷി ചേരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ശ്വേതാ മേനോൻ എന്തുകൊണ്ടോ അതിനെ എതിർത്തുകൊണ്ട് കോടതിയോട് ഒരിക്കലും അൻസിബയെ കക്ഷി ചേർക്കരുത് എന്നുള്ളൊരു വാദത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അമ്മയിലെ പൊട്ടിത്തെറികളും കാര്യങ്ങളും ഒക്കെ കടന്നിട്ട് അതൊരു സാധാരണ ഒരു പരദൂഷണം എന്നുള്ളതിനപ്പുറത്തേക്ക് ലീഗൽ വശങ്ങളിലേക്ക് കൂടി പോയി അൻസിബയ്ക്ക് ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിടേണ്ടി വന്ന മോശമായിട്ടുള്ള അവസ്ഥകൾ, അതിനപ്പുറത്തേക്ക് അൻസിബ പോകുന്ന ഓരോ ലീഗൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളും ലീഗലി പലർക്കുമുള്ള ഒരു മാതൃകയായിട്ട് തന്നെയാണ് അൻസിബ ഹസൻ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഫൈറ്റുമായിട്ട് മുന്നോട്ട് ഇറങ്ങിയത്. അതിനുശേഷമാണെങ്കിലും അമ്മയിലെ പൊട്ടിത്തെറികൾ എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു ലെവൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ വൻ തിരിമറികളാണ് അതിനകത്ത് നടന്നിരിക്കുന്നത്. അവിടെ തുടങ്ങിയ ചർച്ച പിന്നീട് വന്ന് നിന്നത് BJP ക്യാഷ് കൊടുത്ത് സ്ഥാനാർത്ഥികളെ വാങ്ങിച്ചു, അല്ലെങ്കിൽ BJPയുടെ ഫണ്ട് 15 കോടിയോളം രൂപ അദാനി ഇതിൽ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള വലിയ വലിയ ഗുരുതരമായ ആരോപണങ്ങളിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിനിടയിൽ ലീഗൽ വശം നോക്കുമ്പോൾ 27-ാം തീയതി ഇവിടെ ഈ കേസ് വിളിച്ചിരിക്കുകയാണ് പിഷാരടിയുടെ വാദം കൂടി കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഈ വിഷയം ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ പിഷാരണി പറഞ്ഞ അടൂർ കമ്മിറ്റിയിൽ അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞതാണ്, എനിക്കതിന് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ സിനിമയിലെ ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞങ്ങാണ്ട് MLA കൂടി ആയ സ്ഥിതിക്ക് എന്തായാലും ഇടപെടണം എന്നുള്ളതും ആ കാര്യത്തിൽ നീതിപൂർണമായ ഒരു സ്ഥാനത്തോട്ട് അങ്ങനെ വരണം എന്നുള്ളത് കൊണ്ടാണ് പിഷാരണി വന്നതെന്നുള്ളതും. പക്ഷെ അതിനുശേഷം എന്താ പറയുക, കാര്യങ്ങളെല്ലാം വളരെ മോശമായ അവസ്ഥയിലാണ് കണ്ടത്, നമ്മളെല്ലാം കണ്ടതാണ്. പിന്നീട് പിഷാരണി തന്നെ ഈ പറഞ്ഞ പോലെ എനിക്കതിൽ കടിച്ചു നീങ്ങാൻ താല്പര്യമൊന്നും ഇല്ല എന്നുള്ളതും, എൻ്റെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന രാജ്യമായിരിക്കില്ല, അത് ആരെയോ കുത്തി പറഞ്ഞതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് രാജിവെച്ച് നാളെ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും, അങ്ങനെ രാജ്യമായിരിക്കില്ല. എനിക്കതുകൊണ്ട് അടൂർ കമ്മിറ്റി വേണമെന്നോ അല്ലെങ്കിൽ സാധനം നിയമവശമായിട്ട് എനിക്കിത് കോടതിയിലോട്ട് നീങ്ങാനും താല്പര്യമില്ല. എനിക്ക് നീങ്ങുകയാണെങ്കിൽ നീങ്ങാം, നിയമപരമായിട്ട് അതിന് കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് അമ്മയെ ഈ പറഞ്ഞ പോലെ കോടതിയിലോട്ട് വലിച്ചിഴപ്പിച്ച് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ളതും അതെൻ്റെ ലക്ഷ്യത്തിലല്ല എന്നുള്ളതും, ഞാനത് അത്രയേറെ ബഹുമാനത്തോടു കൂടി റെസ്പെക്റ്റോട് കൂടുന്ന ഒരു സംഘടനയാണിത്. അതുകൊണ്ട് തന്നെ അതിനെ കോടതിയിലോട്ട് വലിച്ച് നിർത്താനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല. എനിക്ക് അതിൻ്റെ താല്പര്യമില്ല എന്നുള്ളത് അദ്ദേഹം ഓപ്പണായി പറഞ്ഞതാണ്. പക്ഷേ കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണ്. ഇപ്പോൾ നമുക്കറിയാം ശ്വേതാ മേനോനാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ അമ്മ ആരുടെ കയ്യിലെന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. ശ്വേതാ മേനോൻ ഒഫീഷ്യലി പറഞ്ഞ് താനിതിൻ്റെ പ്രഥമ അംഗത്തടക്കം രാജിവെച്ചു എന്ന് പറഞ്ഞിട്ടാണ് FB പോസ്റ്റ് ഇട്ടത്. പക്ഷെ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇപ്പൊ പറയുന്നത് താൻ രാജിവെച്ചിട്ടില്ല എന്നുള്ളത്. പോസ്റ്റ് മാത്രമല്ല നടന്നിട്ടുള്ളത്, അകത്ത് വെച്ച് ഇത്രയും ആൾക്കാരോട് പറഞ്ഞ് പുറത്ത് വന്നിട്ട് മീഡിയാസിനോടും പറഞ്ഞു, മീഡിയാസിനോട് പറഞ്ഞതും പിന്നെ ഈ FB പോസ്റ്റിന്റെ കാര്യം എനിക്കറിയുള്ളൂ. ഉള്ളിൽ ഞാൻ ഉള്ളിലും അവരത് തന്നെ പറഞ്ഞിട്ടാണ് രാജിവെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതും VIP റൂമിൽ കൊണ്ടിരുത്തുന്നതും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിനിടയിൽ ഉണ്ടായി. അതിനുശേഷം ഇപ്പൊ അവർ പറയുന്നത് ഞാൻ രാജിവെച്ചിട്ടില്ല. മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അത്തരത്തിൽ പറഞ്ഞൊരു കാര്യത്തിൽ പിന്നെ രാജിയല്ല, അതിന്റെ രാജിയായിട്ട് കണക്കാക്കണ്ട എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് നിയമപരമായിട്ട് നിലനിൽക്കുക എന്നുള്ളത് അറിയില്ല. പിന്നെ അഡ്ഹോക് കമ്മിറ്റിക്ക് എതിരായിട്ട് ഇവർ പോയത് പോലും അത്രയും രഹസ്യമായിട്ടാണ് പോയത്. ഇത്തരത്തിലൊരു കേസ് അവർ കൊടുക്കുന്നുണ്ട്. സാധാരണ ഒരു നിയമ നടപടി വെച്ചിട്ട് കോടതിയുടെ നടപടി പ്രകാരം ഇത്തരത്തിലൊരു സ്റ്റേക്ക് വേണ്ടിയിട്ട് ഒരാൾ ചെല്ലുമ്പോൾ താൽക്കാലിക സ്റ്റേ കൊടുക്കും. പക്ഷെ അവിടെയും ശ്വേതാ മേനോന്റെ ഭാഗത്ത് വരുന്ന തെറ്റെന്ന് വെച്ചാൽ മിനിറ്റ്സ്, അപൂർണമായിട്ടുള്ള ഒരു മിനിറ്റ്സ്, അത് ആരുടെയും സൈൻ പോലും ഇല്ല. നമ്മൾ കണ്ടതാണ്, നമ്മൾ നേരത്തെ അത് ചർച്ച ചെയ്തതുമാണ്. ആ മിനിറ്റ്സിൽ സൈൻ പോലും ഇല്ല. പിന്നെ ഇവിടെ നടന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു മിനിറ്റ്സ്, അപൂർണമായിട്ടുള്ള മിനിറ്റ്സ് ആണ്. ശരിക്കും അത് വ്യാജരേഖ പോലെ, അത് അപൂർണമാണ് അല്ലെങ്കിൽ വ്യാജമാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോടതിയെ വ്യാജരേഖ ഹാജരാക്കി പറ്റിച്ചു എന്നുള്ളൊരു വകുപ്പ് കൂടി അല്ലെങ്കിൽ ഒരു കേസ് കൂടി ശ്വേതാ മേനോനെതിരെ വരുന്ന ഗുരുതരമായിട്ടുള്ള കുറ്റം തന്നെ അവർ ചെയ്തിരിക്കുന്നത്. അതിന് പ്രാബല്യം തന്നെ പറഞ്ഞ പോലെ ആൾക്കാരെ ഒപ്പിട്ടാൽ മാത്രമേ അത് മിനിറ്റ്സ് ആവുള്ളൂ. കാരണം അവിടെ എടുത്ത തീരുമാനങ്ങൾ എന്ന് പറഞ്ഞ സാധനത്തിലാണ് വരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പോലെ അത് എഴുതി വെച്ചതിന് ശേഷം ഒരാൾ എഴുന്നേറ്റ് നിന്ന് അതിലെഴുതിയ മൊത്തം കാര്യങ്ങളിലൂടെ വായിച്ച് കേൾപ്പിക്കും. വായിച്ച് കേൾപ്പിന് ശേഷം അത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി താഴെ ആൾക്കാർ ഒപ്പിടണം. അവിടെ ഉണ്ടായിരുന്നവരാരൊക്കെയാണോ ഓരോരുത്തരും അതിന് കീഴിൽ ഒപ്പിടണം എന്നാണ്. അതാണ് മിനിറ്റ്സ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ പാർട്ടി ആയാലും ഓർഗനൈസേഷൻ ആയാലും സംഘടന ആയാലും ഒക്കെ നീങ്ങുന്നത് എങ്ങനെയാണ്. ആ ഒരു സംഘടനയിൽ ആൾക്കാരെ പേരില്ല എന്ന് പറഞ്ഞാൽ
വളരെ കൃത്യമാണ്. അത് മിനിറ്റ്സ് അല്ല, അവർക്ക് വേണ്ടി എന്തോ ഒരു സാധനം എഴുതി ഉണ്ടാക്കപ്പെട്ടു. അപ്പൊ കോടതിയിൽ ഇത്തരം ഒരു വ്യാജരേഖ സമർപ്പിച്ചു എന്നുള്ളത് കൂടി അതിലും ഗുരുതരമായിട്ടൊരു കുറ്റമാണ്. ഇപ്പൊ നമ്മൾ തമ്മിൽ പറയുമ്പോൾ ഇതേ മീൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്ന പോലെ അല്ല കോടതിയിൽ ചെന്നിട്ട് ഒരു വിധി സമ്പാദിക്കുക എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു വ്യാജരേഖ തന്നെയാണ് അവർ സമർപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ അവിടെ അമ്മയ്ക്കകത്ത് എന്താണ് നടന്നതെന്നുള്ളത് നമ്മളിപ്പോൾ പലരും പറഞ്ഞ് കൃത്യമായിട്ട് അറിവുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അകത്ത് ഒരുപാട് തിരിമറികൾ, കണക്കിൻ്റെ കാര്യങ്ങളിലൊക്കെ വന്ന തിരിമറികൾ, അല്ലെങ്കിൽ ഈ സംഘടനയിലെ ജനറൽ ബോഡിക്ക് പറ്റിയ തെറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ ഇത്തരം വേറെ കാര്യങ്ങളിലേക്കാണ് ഇവർ, ശ്വേതാ മേനോൻ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഇതിനെ കൊണ്ടുപോകുന്നത് മറ്റ് തലങ്ങളിലേക്കാണ്. ഒരുപാട് അലിഗേഷൻസ് ഉയർന്നു വന്നു ഇവിടെ. ഈ പറയുന്നത് പോലെ 15 കോടിയോളം രൂപ അദാനി തരും എന്ന് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ, BJP സ്ഥാനാർത്ഥികളെ കാശ് കൊടുത്ത് വാങ്ങുന്നു എന്നുള്ളത്. ഇതിനോട് ആദ്യം പറഞ്ഞത് ഒരു സിനിമാ നടനല്ലേ, ബാബുരാജ് ആയിരുന്നു ആദ്യം ഇത്തരത്തിൽ പറഞ്ഞതെന്ന് പറയുന്നു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇത്തരം ആരോപണങ്ങൾക്കൊന്നും തന്നെ മറുപടിയില്ല. പകരം നിസ്സാരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്യാരക്ടർ അസാസിനേഷൻ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഏറ്റവും മോശമായിട്ട് തേജോവധം ചെയ്തുകൊണ്ടുള്ള ഇന്റർവ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർ എയിം ചെയ്തിട്ടുള്ളത്. അതിന് പോരാഞ്ഞിട്ട് അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ കേസ് പോകുന്നു. അത് കേസിന് പോകേണ്ട, അല്ലെങ്കിൽ കുറച്ചും കൂടി ചർച്ച ചെയ്യേണ്ട ഒരുപാട് റിലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അതായത് ശ്വേതാ മേനോൻ എതിരായിട്ട് വരുന്ന പ്രധാന അലിഗേഷൻ തന്നെ 15 കോടിയോളം രൂപയുടെയൊക്കെ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ താൻ കോൺഗ്രസ്സുകാരിയാണെന്ന് ആവർത്തിക്കുന്ന ശ്വേതാ മേനോൻ BJPയിൽ നിന്നും പണം പറ്റുന്നു, അല്ലെങ്കിൽ BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥികളെ കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്ങനെയെന്നുള്ള ചോദ്യം ആദ്യം മുതൽ നമുക്ക് സംശയം പലർക്കും നിൽക്കുമായിരുന്നു. കൂട്ടത്തിലുള്ളവർ പോലും വിശ്വസിക്കാതിരുന്ന പലരും ഇപ്പോൾ ശ്വേതയ്ക്കെതിരെ ആയിരിക്കുന്നതിനും ഒരുപാട് കാര്യങ്ങളുണ്ട്. കൃത്യമായിട്ടും ശ്വേതാ മേനോൻ പിഷാരടിക്കെതിരെ പുറത്തുവിട്ട അവരുടെ കോൾ സംഭാഷണം, അല്ലെങ്കിൽ പിഷാരടിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഉന്നം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള കുറെ ഓഡിയോ ക്ലിപ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതിനെ പറ്റിയിട്ടൊക്കെ ഇനി പ്രത്യേകിച്ച് ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇതൊക്കെ കൂടുതലും പുറത്ത് വന്നത് എങ്ങനെ പുറത്തു വന്നു എന്ന് ചോദിച്ചാൽ ശ്വേത കൊടുത്തതാണെന്നുള്ളതിന് യാതൊരു തർക്കമില്ല. ഞാനൊരിക്കലും ഇങ്ങനെ കാര്യം ഉദ്ദേശിച്ചിട്ടല്ല ശ്വേതയോട് പറഞ്ഞത് എന്നുള്ളതും, ശ്വേത ഇത് പേഴ്സണൽ ടോക്ക് എന്നുള്ള രീതിയിലാണ് ശ്വേതയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്നുള്ളതും, ഇത് ശ്വേത പുറത്തു വിടുന്നുള്ളത് ഞാനടക്കം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പിന്നീട് പറയുന്നുണ്ടായി. ഇത് പിഷാരടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയ ഭാവിയിലേക്കുള്ളൊരു, അതിനെ രാഷ്ട്രീയത്തിൽ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൃത്യമായിട്ടും ഇങ്ങനെ ഒരു വർത്തമാനം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു അതിർവരമ്പും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ഫവാസിനോട് ഞാൻ എന്ത് പറയുന്നു, നമ്മൾ നല്ല കമ്പനിയായതുകൊണ്ട് നമുക്കൊരു ലിമിറ്റ് വരെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനത്തെ ജോക്സ് ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ പറയുന്ന ജോക്സ് മുതിർന്ന ഒരാളോട് നമ്മൾ പറയില്ല, നമ്മുടെ സീനിയർ ഓഫീസേഴ്സിന് അവർ പറയില്ല. അപ്പൊ അത്തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ പിഷാരടിക്ക് അത്തരത്തിൽ പറയാൻ ശ്വേതയുടെ അടുത്ത് പറ്റി എന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തായിരിക്കും. ഇത്തരം ഡബിൾ മീനിങ് ജോക്സ് ഒന്നും ആസ്വദിക്കാത്ത ആളാണ് ശ്വേത എന്ന്, അല്ലെങ്കിൽ ശ്വേത അതിൽ തന്നെ പറയുന്നത് ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ആണ്, എനിക്കിതൊന്നും മനസ്സിലാവില്ല. ഇതേ ശ്വേത തന്നെ നേരത്തെ ശ്വേതയുടെ ഏറ്റവും ഒരു ഇന്റർവ്യൂവറിൻ്റെ അടുത്ത് അവർ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ഡബിൾ മീനിങ് ജോക്സ് എൻ്റെ ആൺ സുഹൃത്തുക്കളുമായി പറയാം, അതാണ് എൻ്റെ ഹോബി, എൻ്റെ ഏറ്റവും സീക്രട്ട് ഇതെന്നൊക്കെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും തെറ്റാണെന്ന് പറയുകയല്ല. പക്ഷെ ഇത്തരം ഒരു കാര്യത്തിന് വെച്ചിട്ട് പിഷാരടിയെ പോലെ ഒരാളെ ശരിക്കും താറടിച്ച് കാണിക്കാൻ തന്നെ അവിടെ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നിട്ടും പറയുന്നു ഞാൻ കോൺഗ്രസ്സുകാരിയാണ് എന്ന് പറയുന്നു. അവരുടെ രാഷ്ട്രീയം എന്തോ ആവട്ടെ. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന ചില കാര്യങ്ങളെന്ന് വെച്ചാൽ ശ്വേതാ മേനോൻ്റെ നിലവിൽ ഭർത്താവ് ശ്രീവത്സൻ മേനോൻ, ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഇത്തരം റെക്കോർഡ്സൊക്കെ ആദ്യം പുറത്ത് വന്നിരിക്കുന്നത് ചില ചാനലുകൾ വഴിയാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴിയാണ്. പക്ഷെ ഇത് ആദ്യം കിട്ടിയിരിക്കുന്നത് BJPയുടെ ഒരു പ്രമുഖ PR ഏജൻസിക്കാണ്. അതായത് PR ടീം വരാഹി എന്ന് പറയുന്ന ഒരു PR ഏജൻസി വഴിയാണ്, അല്ലെങ്കിൽ ആ ടീമിന് വഴിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്ത് വന്നതെന്ന് പറയുന്നു. നോർമലി അതിപ്പോൾ ഏതോ ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിലും ഇങ്ങനൊരു സാധനം കിട്ടിയാൽ പുറത്ത് വിടുന്ന അത്തരത്തിലൊക്കെ ഓക്കെ. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഇത് BJPയുടെ PR ടീമാണ് എന്നുള്ളത് ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ശ്വേതാ മേനോൻ്റെ ഭർത്താവ് ശ്രീവത്സൻ മേനോൻ വരാഹിയിലെ ഒരു മെമ്പറാണ്, അല്ലെങ്കിൽ ബോർഡിലെ ഒരു മെമ്പറാണെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നൊരു വിവരം. ആധികാരികമല്ല, പക്ഷെ അറിഞ്ഞെടുത്തോളം അത് കൃത്യമായിട്ടുള്ള വിവരം തന്നെയാണ്. അപ്പോൾ ശ്വേതാ മേനോന് BJP അല്ലെങ്കിൽ വരാഹിയായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് കൂടി ഇവിടെ വരികയാണ്. അപ്പോൾ ഒരുപാട് പേര്, ഇപ്പം നമുക്ക് ഉറപ്പിച്ചൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷെ ഒരുപാട് പേര് ഈ കൂട്ടത്തിൽ നിന്ന് ബാബുരാജ് അടക്കമുള്ളവർ, മാലാപാർവതി, അൻസിബ എല്ലാവരും പറയുന്നത് പോലെ ശ്വേതയുടെ ഒരു BJP ഡീല് കൂടുതൽ വ്യക്തമാവുന്നതാണ് ഇത്തരം ചില ബന്ധങ്ങൾ വരുമ്പോൾ. കൃത്യമായിട്ടും ശ്വേതാ മേനോന്റെ ഇലക്ഷൻ സമയം മുതൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് അമ്മയുടെ തെരഞ്ഞെടുപ്പ് മുതൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പെട്ടെന്നൊരു ശ്വേതയ്ക്കെതിരെ ആദ്യം ജഗദീഷ് ഒക്കെ രംഗത്ത് മത്സരത്തിന് വന്നതാണ്. പക്ഷെ അതിനുശേഷം ദേവൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോഴും അതിനുശേഷം പെട്ടെന്ന് ശ്വേതാ മേനോൻ ഒരു
ഒരു സിനിമയിൽ പോലും പിക്ചറിൽ ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ഇപ്പൊ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു ടൈമിൽ ഒരാൾ വന്നിട്ട് മത്സരിക്കുന്നു, അയാളെ ജയിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു കൂട്ടത്തിലൊരു ഇതിൽ നിൽക്കുമ്പോഴല്ലേ മത്സരത്തിനൊക്കെ ഇറങ്ങുള്ളൂ. ശ്വേതാ മേനോന്റെ പിക്ചറിൽ ഒരു സ്ഥലത്തും ഇല്ലാണ്ട്, ശ്വേതയ്ക്ക് മര്യാദ ഒരു സിനിമ പോലും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ശ്വേതാ മേനോൻ അമ്മയുടെ സ്ഥാനാർത്ഥിയാകുന്നു. അതിനുശേഷം ശ്വേതയുടെ പേര് ഭയങ്കരമായിട്ട് അടിച്ചു കയറി മാധ്യമങ്ങളിലൊക്കെ വരുന്നു. അതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ശ്വേതയുടെ സിനിമയുടെ മികവ് കൊണ്ടൊന്നും ആയിരുന്നില്ല, ഒരു കോൺട്രവേഴ്സി ആയിരുന്നു. ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു, മാർട്ടിൻ മേനാശ്ശേരി എന്ന് പറയുന്ന ഒരാൾ ശ്വേതയ്ക്കെതിരെ ഒരു കേസുമായിട്ട് രംഗത്ത് വരുന്നതും ശ്വേതയുടെ കുറേ മോശം സിനിമകൾ കുട്ടികളെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാളൊരു കേസുമായിട്ട് മുന്നോട്ട് വരുന്നതൊക്കെ ആയിരുന്നു. ആ സമയത്ത് ശ്വേതാ മേനോൻ തന്നെയായിരുന്നു, ശ്വേതാ മേനോൻ മാർട്ടിൻ മേനാശ്ശേരിയുടെ കേസ് തന്നെയായിരുന്നു മാധ്യമങ്ങളിൽ ഏറ്റവും വലിയ വിഷയമായിട്ട് നിന്നിരുന്നത്. അപ്പോൾ ശ്വേത പെട്ടെന്ന് ലൈം ലൈറ്റിലേക്ക് വരുന്നു. ഇത്തരം ഈ കൂട്ടം നിന്ന എല്ലാവരും, മാലാപാർവതി അടക്കമുള്ളവർ ശ്വേതയ്ക്ക് കട്ട സപ്പോർട്ടുമായിട്ട് ആ സമയത്ത് നിന്നിട്ടുള്ളത്, ഈ മാർട്ടിൻ മേനാശ്ശേരിക്ക് എതിരായിട്ട്. പക്ഷെ ആ ഒരു ഇലക്ഷൻ ടൈമിൽ അതവർക്ക് കിട്ടുന്ന ഹൈപ്പ് ഭയങ്കരമായിരുന്നു. എല്ലാവരും ശ്വേതയുടെ കൂടെ നിൽക്കുകയാണ്. ശ്വേത ആക്രമിക്കപ്പെടുന്നു, വിക്ടിം കാർഡായിരുന്നു അവിടെ. ശ്വേത ഇരയായിക്കൊണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സഹതാപതരംഗം എന്തോ ശ്വേത അടിച്ചു കയറി ജയിക്കുകയും ചെയ്തു. ഒന്ന് വിക്ടിം കാർഡ് എന്നുള്ള സാധനം, അതിലുപരി ഈ പറഞ്ഞ പോലെ സ്ത്രീ എന്നുള്ളൊരു സാധനം. കാരണം അമ്മയിലെ പറഞ്ഞ പോലെ സ്ത്രീ പ്രാതിനിധ്യം എനിക്കൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല തോന്നുന്നു അല്ലേ? അതെ, ആദ്യമായിട്ടാണ് സ്ത്രീ പ്രതിനിധി, അമ്മയ്ക്കൊരു അമ്മ പ്രസിഡന്റ് ആയി വന്നു എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഒരു എന്താ പറയുക, സ്ത്രീ തന്നെ രംഗത്തോട്ട് വരും. നമുക്കറിയാം നടി ആക്രമിച്ച കേസിലൊക്കെ പല വിഷയങ്ങളുണ്ടായപ്പോഴും ഈ പറഞ്ഞ പോലെ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് ആ നടി തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ, അവർക്ക് വേണ്ടി കാര്യങ്ങൾ പറയാൻ അമ്മയിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. എൻ്റെ ഉന്നത നേതൃത്വത്തിൽ ഇരിക്കുന്ന പല നേതാക്കന്മാരും സ്ത്രീകളല്ലാത്തതിൻ്റെ പ്രശ്നമാണെന്നുള്ളതൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനടക്കം അമ്മയിൽ സ്ത്രീ വരുന്നു എന്ന് കണ്ടപ്പോൾ, ശ്വേതാ മേനോൻ വരുന്നു എന്ന് കണ്ടപ്പോൾ ഇനി അങ്ങനത്തെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും ഇനി ഉണ്ടാവില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ഇനി അമ്മയിൽ ഉണ്ടാവില്ല. കാരണം ആ നടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റെ മാത്രം ഉദാഹരണം, ഇങ്ങനെ പല ഉദാഹരണങ്ങൾ വേറെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അപ്പൊ ഇനി അത്തരത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അതെ, അതും ഈ ഇലക്ഷൻ സമയത്ത് തന്നെ ശ്വേത തന്നെ ആക്രമിക്കപ്പെടുന്ന രീതിയിലേക്ക് വിക്ടിം കാർഡ് കൂടി വരികയാണ് അവിടെ. പക്ഷെ ആ സമയത്ത് കൂടെ നിന്നവരൊക്കെ പിന്നീട് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഇവർ തന്നെ ഉന്നയിക്കുന്ന ഒരു സംശയം എന്ന് വെച്ചാൽ, അന്ന് ഇതുപോലൊരു ആൾ ഉയർന്നു വരുന്നു, ഈ ഇലക്ഷൻ കഴിഞ്ഞ് ജയവും കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് പിന്നെ ആ കേസോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരാളുടെ അഡ്രസ്സ് പോലും എവിടെയും ഇല്ല. അപ്പോൾ ഇത് ശ്വേത തന്നെ ഇറക്കിയതാണോ എന്നുള്ളൊരു സംശയം ബാബുരാജ് പരസ്യമായിട്ട് തന്നെ ചോദിച്ചിട്ടുമുണ്ട്. അത് ഇപ്പോൾ കൂട്ടത്തിലുള്ള പലരും അത് ശരിവെക്കാൻ നമുക്കറിയില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരു അലിഗേഷൻ പറയാൻ നമ്മൾ ആളല്ല. പക്ഷെ ബാബുരാജ് അടക്കം ചോദിക്കുന്ന ആ സംശയം പലർക്കും തോന്നുന്നുണ്ട്. ഇപ്പോൾ അത് പെട്ടെന്ന് ഇവിടെ നിന്ന് ഒരാളിങ്ങനെ പൊങ്ങി വരുന്നു പരാതിയുമായിട്ട്, ഭയങ്കരമായിട്ട് ലൈം ലൈറ്റിലേക്ക് അവരെ കൊണ്ടു ചെല്ലുന്നു, വിക്ടിം കാർഡ് ഇറക്കിക്കൊണ്ട് അവർ മത്സരത്തിൽ ജയിച്ച് അവർക്ക് നേടാനുള്ള കസേര നേടിയതിനു ശേഷം പിന്നെ ഇത് കാണാണ്ടാവുന്നു. അപ്പം അങ്ങനൊരു സംഭവം കൂടി ഇതിനിടയിൽ വരുന്നുണ്ട്. എന്തായാലും BJPയുടെ തന്നെ PR ടീമിൻ്റെ തലവനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേൽ സ്ഥാനത്തിരിക്കുന്നത് ശ്വേതയുടെ ഭർത്താവായിരുന്ന ശ്രീവത്സ മേനോനാണ് എന്ന് പറയുന്നതും ഇതുമൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ ശ്വേത BJP ഡീലും ഈ അൻസിബ ഉന്നയിക്കുന്ന ആരോപണങ്ങളും ഒരുപാട് സാമ്പത്തിക തിരിമറികൾ ഇപ്പോൾ ചെറിയൊരു കാര്യത്തിൽ തുടങ്ങിയതാണെങ്കിൽ പോലും പിന്നീട് എത്ര ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന നടി ഉന്നയിച്ച കാര്യങ്ങൾ, അവരെന്തിനായിരുന്നു വെറുതെ ഒരാൾ ഫോട്ടോ അയച്ചു ഫോട്ടോ കണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കയറ്റുക, അതിൽ മിഥിലാജ് പുറത്തുവിട്ട കുറച്ച് പോസ്റ്ററൊക്കെ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം തന്നെ ഉന്നയിക്കുന്ന ഇതിലും കഴമ്പുള്ള ഒരുപാട് ആരോപണങ്ങൾ മിഥിലാജ് ഉന്നയിക്കുന്നുണ്ട്. പറഞ്ഞിട്ടില്ല എന്നുള്ളത്, അതെല്ലാം ഇനി പറയണം, ഇനി എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്, അതെ, മുളകിന്റെ പേരുള്ള റെസ്റ്റോറൻറ്റിൽ എന്തിനായിരുന്നു നിന്നെ കൊണ്ടുപോയത്, അത്തരം ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും അമ്മ എന്ന് പറയുന്നത് പണ്ട് തിലകം പറഞ്ഞ പോലെ മാഫിയ സംഘമാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ നാട്ടുകാർ പറഞ്ഞു തുടങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു. എന്തായാലും ഈ BJP ബന്ധം കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ BJPയുടെ ആളുകളെ തന്നെ വന്ന് പറയും ഇത് അമ്മയുടെ അകത്തുള്ള പ്രശ്നമാണ്, ഞങ്ങളെ വലിച്ചിഴക്കേണ്ടത് പറയുന്നുണ്ട്. പക്ഷെ ഇവരുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് ഈ ശ്വേതാ മേനോന്റെ ഭർത്താവ് തലവനായിട്ടിരിക്കുന്ന ഇവരുമായിട്ടുള്ള ബന്ധം പുറത്തു വരുമ്പോൾ പല വാദങ്ങളും അല്ലെങ്കിൽ പല ആരോപണങ്ങളും നമ്മൾ വിചാരിച്ച പോലെ വെറും ഒരു പരദൂഷണം അമ്മായിയമ്മ പോലെ ആയിരുന്നില്ല, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ കളികൾ ഇതിലുണ്ടെന്ന് വ്യക്തമാവുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ.